നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വിചിത്രവാദവുമായിട്ട് ഒരു യുവാവ് എത്തിയിരിക്കുകയാണ്. ചെമ്പരത്തിവിള സ്വദേശിയായിട്ടുള്ള ഒരു അനീഷാണ് ഈ വിചിത്രവാദം പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഒരുപാട് പരാക്രമങ്ങളൊക്കെ കാണിച്ചു തന്നത്. രാത്രി 12 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ചെമ്പരത്തിവിള സ്വദേശി ആയിട്ടുള്ള അനീഷിന്റെ ശരീരത്തിൽ ഈ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറുകയും പിന്നീട് കുറെ പരാക്രമങ്ങളൊക്കെ അയാൾ കാണിക്കുകയും ചെയ്തിരുന്നു. ചെമ്പരത്തിവിള തൊഴുക്കലാണ് യുവാവിന്റെ പരാക്രമണം നടന്നതെന്നാണ് സൂചന. നെയ്യാറ്റിൻകരക്ക് അടുത്തു തന്നെയുള്ള ഒരു പ്രദേശത്താണ് അനീഷ് എന്നും ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണെന്നും വിവരമുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ കയറി ഇയാൾ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് തടയാനോ മറ്റോ എത്തിയതാണെന്ന് തോന്നുന്നു 3 യുവാക്കളെ ഇയാൾ മർദ്ദിക്കുകയും ബൈക്കുകൾ ഒക്കെ അടിച്ച് തകർക്കുകയും കൂടുതൽ ആക്രമണ ശക്തനാവുകയും ഒക്കെ ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നെയ്യാറ്റിൻകര പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ ഇയാൾ ആക്രമണാസക്തനായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുമാണ് സൂചന. അപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവും പ്രശ്നക്കാരനാണ്, പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വ്യത്യാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിൽ ഒരു ചെറിയ നാരിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കമന്റ് ഒന്നും പറയുന്നില്ല. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഗോപൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടർ അനുകൂലിച്ചും ഒരു കൂട്ടർ പ്രതികൂലിച്ചും മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഗോപൻ സ്വാമിയുടെ മരണത്തിന്റെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല.